മെക്സിക്കൻ ഡ്രഗ് മാഫിയ തലവൻ നെമസിയോ സെഗുര സെവാന്റസ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മെക്സിക്കോയിലെ വിവിധ ഭാഗങ്ങളിൽ വൻ അക്രമങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അവിടെയുള്ള തങ്ങളുടെ പൗരന്മാരോട് സുരക്ഷിതമായിരിക്കാൻ യുഎസ് നിർദ്ദേശിച്ചു. മെക്സിക്കോയിലെ ഏറ്റവും അപകടകാരിയായ ലഹരിമരുന്ന് മാഫിയ തലവന്മാരിൽ ഒരാളാണ് നെമസിയോ സെഗുര സെവാന്റസ്. ഇയാൾ എൽ മെൻചോ എന്ന പേരിലാണ് ലോകമെങ്ങും അറിയപ്പെടുന്നത്. 1966-ൽ മെക്സിക്കോയിലെ മിച്ചോവാക്കനിൽ ഒരു ദരിദ്ര കുടുംബത്തിലാണ് ഇയാൾ ജനിച്ചത്. 6 സഹോദരങ്ങളുണ്ടായിരുന്ന ഇയാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പ്രൈമറി സ്കൂൾ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. തുടർന്ന് കുടുംബത്തെ സഹായിക്കാൻ അവക്കാഡോ തോട്ടങ്ങളിൽ ജോലിക്ക് ചേർന്നു. 1980-കളിൽ ഇയാൾ നിയമവിരുദ്ധമായി അമേരിക്കയിലേക്ക് കടന്നു. അവിടെ കാലിഫോർണിയ കേന്ദ്രീകരിച്ച് ചെറിയ രീതിയിൽ ലഹരി മരുന്ന് കച്ചവടം ആരംഭിച്ചു. 1992-ൽ ഹെറോയിൻ വിൽപ്പനയ്ക്കിടെ പിടിക്കപ്പെടുകയും അമേരിക്കൻ ജയിലിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ശിക്ഷയ്ക്ക് ശേഷം ഇയാളെ തിരികെ മെക്സിക്കോയിലേക്ക് നാടുകടത്തി. മെക്സിക്കോയിൽ തിരിച്ചെത്തിയ ശേഷം ഇയാൾ കുറച്ചുകാലം കാബോ കോറിയന്റസ് എന്ന സ്ഥലത്ത് പോലീസുകാരനായി ജോലി നോക്കിയിരുന്നു. എന്നാൽ അധികം വൈകാതെ ആ ജോലി ഉപേക്ഷിക്കുകയും പൂർണ്ണമായും കുറ്റകൃത്യങ്ങളിലേക്ക് തിരിയുകയും ചെയ്തു. ഇയാൾ ആദ്യം മിലീനിയോ കാർട്ടലിൽ അംഗമായാണ് പ്രവർത്തിച്ചിരുന്നത്. ശക്തമായ സാമ്പത്തിക അടിത്തറയുള്ള ക്വീനസ് കുടുംബത്തിലെ റോസലിൻഡ ഗോൺസാലസിനെ വിവാഹം കഴിച്ചതോടെ ഇയാളുടെ സ്വാധീനം വർദ്ധിച്ചു. 2009-ൽ ഇയാളുടെ അന്നത്തെ ബോസ് അറസ്റ്റിലായതോടെ എൽ മെൻചോ ആ സംഘം വിട്ട് സ്വന്തമായി ജാലസ്കോ ന്യൂ ജനറേഷൻ കാർട്ടൽ എന്ന സംഘടന രൂപീകരിച്ചു. ലഹരിമരുന്ന് കടത്ത്, കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, ആയുധക്കടത്ത് തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങളിൽ ഇയാൾ പ്രതിയാണ്. മെക്സിക്കൻ പോലീസിനും സൈന്യത്തിനും നേരെ പോലും ഇയാളുടെ സംഘം പലതവണ ആക്രമണം നടത്തിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ തിരയപ്പെടുന്ന കുറ്റവാളികളിൽ ഒരാളായിരുന്നു എൽ മെൻചോ. ഇയാളെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് അമേരിക്കൻ സർക്കാർ $10 മില്യൺ പ്രതിഫലം പ്രഖ്യാപിച്ചിരുന്നു. മെക്സിക്കോയിലെ ഹാലിസ്കോ സംസ്ഥാനത്തെ തപാൽപ എന്ന പട്ടണത്തിൽ വെച്ചാണ് സൈനിക നടപടി നടന്നത്. ഞായറാഴ്ച മെക്സിക്കൻ പ്രത്യേക സേനയും നാഷണൽ ഗാർഡും ചേർന്ന് നടത്തിയ മിന്നൽ പരിശോധനയ്ക്കിടയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഏറ്റുമുട്ടലിൽ എൽ മെൻചോയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇയാളെ ചികിത്സയ്ക്കായി വിമാനമാർഗം മെക്സിക്കോ സിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ഈ മരണം സംഭവിച്ചത്. മാഫിയ സംഘത്തിന്റെ സങ്കേതത്തിൽ നിന്ന് അത്യാധുനിക റോക്കറ്റ് ലോഞ്ചറുകൾ, കവചിത വാഹനങ്ങൾ, മാരകായുധങ്ങൾ എന്നിവ സൈന്യം പിടിച്ചെടുത്തു. ഈ ഏറ്റുമുട്ടലിൽ എൽ മെൻചോയെ കൂടാതെ അദ്ദേഹത്തിന്റെ സംഘത്തിലെ 6 പേർ കൂടി കൊല്ലപ്പെട്ടു. ഏറ്റുമുട്ടലിൽ 3 സൈനികർക്ക് പരിക്കേറ്റു. സംഘത്തിലെ 2 പേരെ സൈന്യം ജീവനോടെ പിടികൂടി. US ഇന്റലിജൻസ് ഏജൻസികൾ നൽകിയ നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ദൗത്യം ആസൂത്രണം ചെയ്തത്. എൽ മെൻചോയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ മെക്സിക്കോയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കലാപം അഴിച്ചുവിട്ടു. നിരവധി വാഹനങ്ങൾ കത്തിക്കുകയും റോഡുകൾ ഉപരോധിക്കുകയും ചെയ്തതിനെ തുടർന്ന് രാജ്യം അതീവ ജാഗ്രതയിലാണ്. അവിടെയുള്ള തങ്ങളുടെ പൗരന്മാരോട് സുരക്ഷിതമായി ഇരിക്കാൻ US നിർദ്ദേശിച്ചു.